താലി. രചനാ സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 19. ഹരി നേരെ ദത്തനെ കാണുന്നതിനായി ഓഫീസിലേക്ക് ചെന്നു. പുറത്ത് പോർച്ചിൽ നിന്നുകൊണ്ട് ദത്തനെ കോൾ ചെയ്തു. ആദ്യ റിങ്ങിൽ തന്നെ കോൾ അറ്റൻഡ് ചെയ്തതും ഹരി പോർച്ചിൽ നിൽക്കുന്ന കാര്യം അവനോട് പറഞ്ഞു. പുറത്തേക്ക് വരാനും ആവശ്യപ്പെട്ടു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദത്തനെത്തി. ഹരിയെ കണ്ട് അവൻ അടുത്തേക്ക് വന്നു. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു ഹരി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്, ദത്തൻ വർദ്ധിച്ച സന്തോഷത്തോടു കൂടി പറഞ്ഞു. എന്താടാ ഇത്രയും സന്തോഷമുള്ള കാര്യം? ഞാനും കൂടി കേൾക്കട്ടെ. ഞാൻ ബാങ്ക് ടെസ്റ്റ് എഴുതിയിരുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ റിസൾട്ട് വന്നതും നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. എനിക്ക് അസിസ്റ്റൻറ്റ് മാനേജറായി ജോലി കിട്ടി. 2 വർഷം പ്രൊബേഷനായിരിക്കും. ഇവിടെ ഇരുന്ന കാര്യങ്ങൾ ഏകദേശം അറിയാം, അതുകൊണ്ട് തന്നെ ഈസിയാണ്. എന്തായാലും എൻ്റെ അളിയനൊരു ബാങ്ക് മാനേജറാണെന്ന് പറയാൻ ഗമയുണ്ട്. നീ പറഞ്ഞ കാര്യം ഓക്കെയാണ്. വേഗം കയറ്. പോകുന്ന വഴിയിൽ ജ്യോതിഷാലയമുണ്ട്, അവിടെ കയറി കാണിക്കാം. 2 പേരും കൂടി വീരമണി ജ്യോതിഷാലയം എന്ന ബോർഡിന് മുന്നിലേക്ക് വണ്ടി നിർത്തി. 2 പേരും ഇറങ്ങി. ഇരുനിലയുള്ള വീടാണ്. അതിനോട് ചേർന്നുള്ള കാർപോർച്ചിലാണ് വീരമണി കൺസൾട്ടിംഗ് റൂമാക്കിയിരിക്കുന്നത്. ഏകദേശം 60 വയസ്സ് പ്രായം തോന്നും. താടിയും മുടിയും നീട്ടി വളർത്തി ഗാംഭീര്യം നിറഞ്ഞ പുഞ്ചിരിക്കുന്ന മുഖവുമായി വീരമണി ഹരിയെയും ദത്തനെയും കണ്ടപാടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് നേരത്തെ എടുത്തത് കാരണം അവർക്ക് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഹരിയുടെയും ദത്തൻ്റെയും വരവിൻ്റെ ഉദ്ദേശം വീരമണി ചോദിച്ചു. ഹരി അവൻ്റെ കൈവശം കരുതിയിരുന്ന അമ്മുവിൻ്റെ ജാതകം വീരമണിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ദത്തൻ്റെ ജാതകവും വാങ്ങിവെച്ചു. ജാതകം വാങ്ങി തുറന്നു നോക്കി ആവണിപ്പലകയിൽ കവടി നിരത്തി ഗണിച്ചു തുടങ്ങി. 2 പേരുടെയും ജാതകങ്ങൾ തമ്മിൽ ഒത്തുനോക്കി. ഈ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത് കൊണ്ട് ദോഷമില്ല, പിന്നെ ചില തടസ്സങ്ങൾ കാണുന്നുണ്ട്. അതിനുള്ള പരിഹാരം പറഞ്ഞു തരാം, പക്ഷേ അതിപ്പോൾ പറ്റില്ല. വീരമണിക്ക് ദക്ഷിണ നൽകി ഹരി എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ നേരം ജ്യോത്സ്യൻ അവനെ വിളിച്ചു. ഒരു സങ്കടം ഉടനെ വന്ന് ചേരും. ഹരിയും ദത്തനും മുഖത്തോട് മുഖം നോക്കി. വീരമണിയെ കണ്ടു മടങ്ങിയത് മുതൽ ഹരിയുടെ മുഖത്ത് അത്ര തെളിച്ചമില്ലായിരുന്നു. അത് ദത്തൻ ശ്രദ്ധിച്ചു. വീരമണി പറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു ഹരിയുടെ മനസ്സിൽ നിറയെ. എടാ, നീ അയാൾ പറഞ്ഞതും ആലോചിച്ചിരിക്കാതെ അത് വിട്ടുകളാം. ജ്യോത്സ്യന്മാരങ്ങനെയാണെടാ, എന്തെങ്കിലും പറയും. അയാൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ പറഞ്ഞുകൂടെ? ഈ വളച്ചുകെട്ടി പറയുന്നതാണ് ഇവന്മാരുടെയൊക്കെ സ്വഭാവം. അത് ആലോചിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ സമയം കാണും. ദത്തൻ എത്രയൊക്കെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരിയുടെ മനസ്സിൽ അതൊരു കരടായി തന്നെ അവശേഷിച്ചു. ഒരു പെണ്ണുകാണൽ ചടങ്ങാണ് നടക്കുന്നതെങ്കിലും അതിൽ നിന്ന് ദേവിയുടെ കുടുംബത്തെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. എന്തായാലും ഇവിടുത്തെ സംബന്ധക്കാരാണ്. അതുകൊണ്ട് മാഷിനെയും ദേവിയുടെ അമ്മയെയും നേരത്തെ തന്നെ വിവരം അറിയിക്കുകയും വേണം. ആ സമയം അവരിവിടെ ഉണ്ടാവുകയും വേണം. ദിവാകരൻ്റെ വാക്കുകൾ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഭവാനിയമ്മ കേട്ടത്. എനിക്കിതും പറഞ്ഞ് ആരെയും വിളിക്കാനൊന്നും നേരെയില്ല. ഏട്ടൻ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഹരിയെയും ദേവനെയും കൊണ്ട് വിളിപ്പിക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് ഭവാനി ചവിട്ടിത്തുള്ളി എഴുന്നേറ്റ് പോയി. ഒരു കാര്യം പോലും ദുർമുഖമില്ലാതെ പറയാൻ നിങ്ങളുടെ അമ്മയ്ക്ക് അറിയില്ല. എന്തൊരു ജന്മമാണോ ഇത്? അമ്മാവൻ്റെ പറച്ചിൽ കേട്ട് ഹരി ഊറിച്ചിരിച്ചു. അല്ല, നീ ഇന്നലെ ജ്യോത്സ്യനെ കാണാൻ പോയ കാര്യം എന്തായി? ദേവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ഹരി ശരിക്കും ഞെട്ടി. ചേട്ടനോട് ആര് പറഞ്ഞു ഞാൻ ജ്യോത്സ്യനെ കാണാൻ പോയ കാര്യം? എടാ, ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. ഇന്നലെ ഓഫീസിലെ ജീവൻ അവൻ്റെ കുഞ്ഞിൻ്റെ ജാതകം എഴുതിക്കുന്നതിന് വേണ്ടി അവിടെ വന്നിരുന്നു. അവിടെ വെച്ചാണ് നിന്നെയും ദത്തനെയും കണ്ട കാര്യം എന്നോട് പറഞ്ഞത്. നിന്നെ ജീവന് നന്നായി അറിയാം, പക്ഷേ ദത്തനെ അറിയില്ല. എനിക്ക് അപ്പോഴേ തോന്നി നിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവനായിരിക്കുമെന്ന്. ദത്തൻ ആകെ വെപ്രാളം ചേട്ടാ, ജാതകങ്ങൾ തമ്മിൽ ചേർന്നില്ലെങ്കിലോ എന്ന്. അതുകൊണ്ട് ഞാൻ രഹസ്യമായി അവിടെ വരെ പോയതാണ്. എന്നിട്ട് ജാതകങ്ങൾ തമ്മിൽ ചേർന്നോ? കുഴപ്പമൊന്നുമില്ല. ഈ ജാതകങ്ങൾ തമ്മിൽ കൂട്ടിക്കെട്ടാമെന്നാണ് ജ്യോത്സ്യൻ പറയുന്നത്. എന്നിട്ടെന്താ നിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദേവൻ്റെ ചോദ്യം കേട്ട് ഹരി ചിരിക്കാൻ ശ്രമിച്ചു. ഒന്നുമില്ല ഏട്ടാ. എടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്, വെറുതെ മനസ്സിലിട്ട് കുഴപ്പിക്കാതെ. ഒന്നുമില്ല, ഞാൻ വെറുതെ. അപ്പോഴേക്കും ദേവി അമ്പൂട്ടനെയും കൊണ്ട് അവിടേക്ക് വന്നു. 2 പേരും കൂടി ഇവിടെ ഇരിക്കുകയാണോ? ഈ ചെക്കൻ എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആർക്കെങ്കിലും കുറച്ചു നേരം ഇവൻ നോക്കിയില്ലെങ്കിൽ ഇന്ന് എല്ലാവർക്കും ഫുഡ് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അമ്മുവിന് എക്സാമാണ്, അതുകൊണ്ട് അവൾക്ക് പഠിക്കാനുണ്ട്. അതിനെന്താ ഏട്ടത്തി, അവനെ ഇങ്ങി താ, ഞാൻ നോക്കിക്കോളാം. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഹരി മുറ്റത്തേക്കിറങ്ങി. അച്ഛൻ ഒഴിവൊന്നും പറയരുത്. ഞായറാഴ്ച എന്ത് പരിപാടി ഉണ്ടെങ്കിലും മാറ്റി വെച്ചേക്കണം. പിന്നെ ബസ്സിനൊന്നും വരാൻ നിൽക്കണ്ട. ഹരി രാവിലെ വന്ന് കൂട്ടിക്കൊള്ളും. ദേവിയുടെ വീട്ടിലേക്ക് വിളിച്ച് പെണ്ണുകാണൽ ചടങ്ങിനെക്കുറിച്ച് സംസാരിക്കുകയാണ് ദേവൻ.
അത് വേണോ മോനെ? പെണ്ണ് കാണാൻ വരുന്നതല്ലേ ഉള്ളൂ, ഉറപ്പിക്കുന്ന ചടങ്ങ്. അങ്ങനെ ഇനി എന്തെല്ലാം ചടങ്ങ് ബാക്കി കിടക്കുന്നു? അപ്പോൾ ഞങ്ങൾ വന്നാൽ പോരെ? മാഷ് കഴിയുന്നതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, അച്ഛൻ വന്നേ പറ്റൂ, കട്ടായം പറഞ്ഞുകൊണ്ട് ദേവൻ ഫോൺ കട്ട് ചെയ്തു. ദേവി എല്ലാം കേട്ടുകൊണ്ട് മാറി നിന്ന് അമ്പുട്ടൻ്റെ ഡ്രസ്സ് മടക്കി വയ്ക്കുന്ന തിരക്കിലാണ്. എത്ര വട്ടം പറഞ്ഞു ദേവി അച്ഛനോടും അമ്മയോടും ഇവിടേക്ക് വരുന്ന കാര്യം? അവർക്കൊട്ടും താല്പര്യമില്ലാത്തതുപോലെയാണ്. അവൾ ജോലി ചെയ്യുന്നത് നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു. ദേവേട്ടൻ അറിയാലോ അതിൻ്റെ കാരണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ അമ്മ ഒന്ന് രണ്ടും പറഞ്ഞ് മുഷിപ്പിക്കും. ഒന്നാമത് നല്ലൊരു ചടങ്ങ് നടക്കുന്ന ദിവസം വെറുതെ എന്തിനും ആവശ്യമില്ലാതെ കശപിശ. അങ്ങനെ കരുതി കാണും അച്ഛൻ. അതൊന്നുമില്ലടോ. ഇപ്പോൾ കുറച്ച് ദിവസമായി അമ്മയുടെ സ്വഭാവത്തിന് ചെറിയ മാറ്റമുണ്ടെന്ന് തനിക്കും തോന്നുന്നില്ലേ? ആദ്യമേ 2 ഡോസ് ഞാൻ തന്നെ കൊടുത്താൽ മതിയായിരുന്നു. അമ്മ ഒതുങ്ങിയേനെ. അയ്യടാ പോയേ ദേവേട്ടാ. ദേവൻ ഡോർ പതിയെ ചാരി വെച്ച് അവളുടെ അടുത്തേക്ക് വന്ന് പിന്നിലൂടെ ചേർത്ത് പിടിച്ചു തോളിൽ മുഖം ചേർത്ത് വെച്ചു. എന്താണ് മോനെ പെട്ടെന്നൊരു റൊമാൻസ്? ദേവി അവൻ്റെ നേർക്ക് തിരിഞ്ഞു നിന്നു. അവളുടെ ഇടുപ്പിൽ കുത്തിയിരിക്കുന്ന സാരിയുടെ വിടവിൽ ദേവൻ വിരൽ താഴ്ത്തി. പെണ്ണൊന്ന് പിടഞ്ഞു പിന്നിലേക്ക് നീങ്ങി ദേവനെ തള്ളി മാറ്റി. പോയേ ദേവേട്ടാ, നേരം കെട്ട നേരത്ത് അമ്മ ഇവിടെ ഉണ്ട്. ഇതിന് പ്രത്യേകിച്ച് നേരം എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ മോൾക്കറിയാമോ? അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ട് കവിളിൽ ചേർത്ത് കൊഞ്ചിച്ചുകൊണ്ട് ദേവൻ ചോദിച്ചു. ഇല്ല, സമ്മതിച്ചു. പക്ഷേ ഈ പൊന്നാപുരം കോട്ടയിൽ ഇതിന് ചില സമയവും കാലവും ഒക്കെ ഉണ്ട്. അത് മോൻ അറിയാത്തതല്ലല്ലോ. എനിക്ക് വയ്യേ വെറുതെ അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ. ഒന്നാമത് ഹരിയും അമ്മും ഒക്കെ ഉണ്ടുള്ള ദിവസമാണ് ദേവേട്ടൻ പോയേ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ ഇവിടെ ഇരുന്ന് ഞാൻ ഡ്രസ്സ് മടക്കുന്നതൊക്കെ നോക്കിയിരിക്കുക. ഓ പിന്നെ എനിക്കതല്ലേ പണി. പോടി ജാടെ. എൻ്റെ ദേവി, നീ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. അല്ല, അതിപ്പോഴാണോ പൊന്നുമോന് മനസ്സിലായത്? ദേവൻ്റെ മുഖം വാടുന്നത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടം തോന്നി. ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ച് അവൾ ദേവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവൻ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ദേവൻ തിരിഞ്ഞു നിന്നു. ദേവി അവനെ പിടിച്ച് അവളുടെ നേർക്ക് തിരിച്ചു. ഒരു നിമിഷം പോലും എൻ്റെ ദേവേട്ടൻ്റെ അടുത്തു നിന്ന് മാറാൻ ഇഷ്ടമുണ്ടായിട്ടല്ല. പക്ഷേ അതിന് പറ്റില്ലല്ലോ. നമ്മൾ മാത്രമല്ലല്ലോ ഇവിടെ, എല്ലാവരും ഇല്ലേ? അപ്പോഴേക്കും അമ്മ ഡോറിൽ മുട്ടിയ അകത്തേക്ക് കയറി വന്നു. ദേവൻ്റെ മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കുന്നത് കണ്ട് അവൾ കളിയാക്കി. എന്ത് പറ്റി? ഇണക്കുരുവികൾ രണ്ടും അടിച്ചു പിരിഞ്ഞോ? ദേവി എത്തി അമ്പൂട്ടനെ വാങ്ങി കട്ടിലിരുത്തി. ദേവേട്ടൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഏട്ടത്തി? നിനക്ക് എന്തൊക്കെ അറിയണം അമ്മു? ദേവൻ അമ്മുവിൻ്റെ കാതിൽ പിടിച്ച് ഞെരടി വിട്ടു. ആ ദേവേട്ട, കാത് വേദനിക്കുന്നു, വിട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കി വന്നാൽ ഇങ്ങനെ ഇരിക്കും പെണ്ണെ. അമ്മു മുഖം വലിച്ചു കയറ്റി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എന്തിനാ ദേവേട്ട എന്നോടുള്ള ദേഷ്യം അമ്മുവിനോട് കാട്ടാൻ പോയത്? എനിക്ക് ആരോടും ഒരു ദേഷ്യവുമില്ല. ദേഷ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ മുഖം ഇങ്ങനെ വലിച്ചു കയറ്റി വെച്ചിരിക്കുന്നത്? നീ ഒന്ന് പോയേ ദേവി, എനിക്ക് വേറെ പണിയുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇത്രയും നേരം എന്തായിരുന്നു? പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുകയല്ലായിരുന്നില്ലേ? അവൾ ദേവൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. അവൻ്റെ കൈകൾക്കിടയിലൂടെ കൊരുത്ത് തല ദേവൻ്റെ തോളിൽ ചേർത്ത് പിടിച്ചു. അത് കണ്ടപ്പോൾ ദേവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി മൊട്ടിട്ടു. മൊബൈൽ റിങ് ചെയ്യുന്നത് കേട്ട് ദേവൻ ഫോൺ എടുത്തു. JK കോളിംഗ് എന്ന് കണ്ടതും അവൻ കോൾ അറ്റൻഡ് ചെയ്തു. ഞായറാഴ്ച പറ്റില്ല ജയ, അന്നാണ് അമ്മുവിനെ കാണാനൊരു കൂട്ടർ വരുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞിരുന്നതല്ലേ? ഓ, ഞാൻ ഡേറ്റ് മറന്നുപോയടാ. ആ സാരമില്ല, ഞാൻ തനിയെ പോകാം. ഓക്കേടാ. എന്താ ദേവേട്ടാ, എന്തിനാ നിങ്ങളുടെ കൂട്ടുകാരൻ വിളിച്ചത്? ഞായറാഴ്ച അവൻ്റെ ഒപ്പം ഒരിടം വരെ ചെല്ലാമോ എന്ന് ചോദിക്കാൻ വിളിച്ചതാണ്. അന്നല്ലേ ഇവിടെ അമ്മുവിനെ പെണ്ണ് കാണൽ ചടങ്ങ്. അപ്പോൾ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ അക്കാര്യം അവനോട് പറയുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ ഹരിയാണ് കാറുമായി പോയി മാഷിനെയും അമ്മയെയും വിളിച്ചുകൊണ്ട് വന്നത്. അമ്മു രാവിലെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി. മാഷിനെയും ഭാര്യയെയും കണ്ടിട്ട് ഭവാനിയമ്മ വലുതായി ഒന്നും സംസാരിക്കാൻ നിന്നില്ല. കണ്ടപ്പോൾ ചിരിച്ചെന്ന് വരുത്തി അവർ നേരെ അകത്തേക്ക് പോയി. അമ്പൂട്ടൻ പിന്നെ അമ്മമ്മയുടെ തോളിൽ തന്നെയായിരുന്നു. ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ മുറ്റത്തൊരു കാർ വന്നു നിന്നു. കാറിൽ നിന്ന് ദത്തനും അമ്മ ദേവകിയും അപ്പച്ചിയും അവരുടെ ഭർത്താവ് കൃഷ്ണനും ഇറങ്ങി. അപ്പച്ചി ഇറങ്ങിയ പാടെ നോക്കി വീടും പരിസരവും ആകെ ഒന്ന് നോക്കി. കൊള്ളാം, തരക്കേടില്ലാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു ദേവകി. കാറിൽ നിന്ന് ഇറങ്ങിയവരെ കണ്ടപ്പോൾ ഹരിയുടെയും ദേവൻ്റെയും മുഖം വിടർന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിനായി 2 പേരും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. വേൾഡ് ഓഫ് രുദ്രപ്രിയ എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാർക്ക് എൻ്റെ സ്റ്റോറി അവിടെയും വായിക്കാം.